ഹായ്, അതെ, ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യട്ടെ. മറ്റൊന്നുമില്ല, നമ്മൾ സാധാരണക്കാർക്ക് ഒരു വീട് വെക്കാൻ നമ്മൾ കേരള സർക്കാർ കൊടുക്കുന്നത് 4 ലക്ഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കിട്ടുന്നതും ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത്. അതെങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഒരു 4 ലക്ഷം മതിയോ? ഒരു സാധാരണ ഒരു വീട് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഒരു 4 ലക്ഷം മതിയോ? എനിക്ക് അറിയാത്തത് ചോദിക്കുകയാണ്. 4 ലക്ഷം കൊണ്ട് എങ്ങനെയാണ് വീട് പണിയുക എന്ന് എനിക്കറിയില്ല. ഇന്ന് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ. കല്ലാണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും എംസാൻഡ് ആണെങ്കിലും കമ്പിയാണെങ്കിലും മെറ്റലാണെങ്കിലും എന്ത് സാധനം വില കൂടുതൽ. ആ ഒരു അവസ്ഥയിൽ സർക്കാർ 4 ലക്ഷം കൊടുത്താൽ മതിയോ? ഞാൻ നാളെ ഇവിടെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടതാണ്. ഫേസ്ബുക്കിൽ അങ്ങനെ മീഡിയകളൊന്നും കണ്ടതാണ്. ഒരു ബസ് സ്റ്റാൻഡ് 2 റൂം ഫുള്ളല്ല, 2 ഓപ്പണായ റൂം, അത് ഇരിക്കാനുള്ള സെറ്റപ്പും. ഈ ഒരു സംഭവത്തിന് 10 ലക്ഷമാണ് അടങ്കൽ തുക അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബസ് സ്റ്റോപ്പിന് 10 ലക്ഷം. എന്താണ് ആ 10 ലക്ഷത്തിനവിടെ ചെയ്യുന്നത്? അത് കേവലം ഒരു 2-2.5 ലക്ഷം കൊണ്ട് തീർക്കുന്ന സംഭവമായിരിക്കും. 10 ലക്ഷമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിനൊക്കെ സർക്കാർ അനുവദിക്കുന്നു 10 ലക്ഷം. ഒരു ചെറിയ ബസ് സ്റ്റോപ്പിന് 2 റൂമിന് ഇരിക്കാനുള്ള സെറ്റപ്പും. അതിന് 10 ലക്ഷം അനുവദിച്ച സർക്കാർ എന്തുകൊണ്ടാണ് ഒരു പാവപ്പെട്ടവന് വീട് സഹായത്തിന് 4 ലക്ഷം കൊടുക്കുന്നത്? അത് കിട്ടണമെങ്കിൽ ഇല്ലാത്ത പേപ്പർ റെഡിയാക്കേണ്ടി വരും. അതിനില്ലാത്ത എന്താ പറയുക, അത് ശരിയാവണമെങ്കിൽ ഇല്ലാത്ത പേപ്പർ അവിടെ നിർദ്ദേശിക്കും. അതൊക്കെ ശരിയാക്കി കൊണ്ട് കൊടുത്താലും നമുക്ക് ഗഡുക്കളായി തരുമ്പോഴേക്കും ഇങ്ങേ സൈഡിൽ കടയി വന്നിട്ടുണ്ടാവും, കടം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സർക്കാർ ഈ 10 ലക്ഷം കൊടുത്തൂടെ? ഈ 4 ലക്ഷം മാറ്റിയിട്ട് ഒരു വീടിന് 10 ലക്ഷം കൊടുത്താൽ ഒരുപാട് ആ വീട്ടിൽ കയറി താമസിക്കാം. ഈ 4 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാം, എങ്ങനെ ജീവിക്കാം? സർക്കാർ പറഞ്ഞത് സ്ക്വയർ ഫീറ്റ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരെ നിങ്ങൾ ഈ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനപ്പെടുത്തിയത്? എന്ത് സൗകര്യത്തിലാണ്? ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഈ സർക്കാർ പറഞ്ഞ രൂപത്തിലാണോ വീട് പണിയുന്നത്? സർക്കാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ഒരു അളവിലാണോ, സ്ക്വയർ ഫീറ്റിലാണോ വീട് പണിയുന്നത്? നിങ്ങൾക്കറിയില്ല ഒരു വീട് പണിയുമ്പോൾ എത്രയാണ് അതിൻ്റെ ക്യാഷ് എമൗണ്ട് അത്ര ആകുമെന്നറിയില്ലേ? ആ സ്ഥാനത്ത് എങ്ങനെയാണ് നിങ്ങൾ ഒരു 4 ലക്ഷം കൊടുക്കുന്നത്? ഇനി എത്രയെന്ന് അറിയില്ല, 4 ലക്ഷം കേട്ടത്. അതിൽ കൂടുതലുണ്ടോ അതിൽ കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറവ് തന്നെയാണ്. നിങ്ങൾ